ദർശനെ അമ്മാമ്മ വീട്ടില് ചക്ക അടത്ത് പോയി ചക്ക വാങ്ങിച്ചോണ്ടോ. ഉച്ചക്ക് കറി ചക്കക്കറി വെച്ച്, ചോറും വെച്ച്, മീൻകറിയും വെച്ച്, രസവും വെക്കാം. ലിപ്സ്റ്റിക് കാണുന്നില്ല കേസ്. ഞാൻ മൂത്തമ്മ വിളിച്ചിരുന്നു ചക്ക. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടായിരിക്കും ചക്ക എടുക്കാൻ ചെല്ലാൻ മൂത്തമ്മ വിളിച്ചു പറഞ്ഞ് രാവിലെ. പാപ്പുടിനെ കൊണ്ടുപോണാ? പാപ്പുട് പോണാ? കോളിച്ചെറയിൽ ചക്ക എടുക്കാൻ പോണാ പാപ്പുടു? പാപ്പുട് പോണു. നീ വരുന്നോ നീ? ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ പറ. അംഗൻവാടി ഇന്ന് ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ. ഇതുവാ അംഗൻവാടി കൊണ്ടാക്കട്ടെ. ഇതുവാ ചക്ക എടുക്കണം. പിന്നെ അവിടെ ചക്ക ഇട്ടിട്ടുണ്ട്. വന്നെടുക്കാൻ വന്നിട്ട് മൂത്തേമ്മ രാവിലെ വിളിച്ചിട്ടുണ്ട്. സോ നമ്മൾ ചക്ക എടുത്തിട്ട് ഇപ്പൊ വന്നിട്ട് ചക്ക വേവിച്ച് ചോറ് തിന്നും. ഇതാണ് നമ്മളുടെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ പുതുതായിട്ട് പണിയുന്ന വാർഡ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി വാർഡാണെന്നൊക്കെയാണ് പറയണത്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 4 കൊല്ലമായി. ആ 4 കൊല്ലം കൊണ്ട് ഇതിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റൊക്കെ ഉള്ള സെറ്റായിട്ട് പണിയുന്നുണ്ട്. പക്ഷെ ഇത് ഓപ്പൺ ഒന്നും ആയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത് ഗേറ്റിന്. ഇനി ഹോസ്പിറ്റലിൽ ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇത് വരും. പിന്നെ ഇത് സ്വാമിജി തിയേറ്റർ ആയിരുന്നു. ഇത് പണ്ട് തിയേറ്റർ ആയിരുന്നു. നീ ബാഹുബലിയൊക്കെ ഇവിടെ വന്നുള്ളൂ കണ്ടേ? ബാഹുബലിയൊക്കെ അവിടെ വന്നിട്ടാണ് കണ്ടത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഇത് കല്യാണം. ഇതാണ് നമ്മുടെ വലിയ കട ജംഗ്ഷൻ. ഇവിടെ വലിയ വലിയ കടകളൊന്നുമില്ല, കൊച്ചു കൊച്ചു കടകളേ ഉള്ളൂ. പക്ഷെ കുറെ കടകളുണ്ടായിരിക്കും വലിയ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. രാത്രി 9 മണി ആവുമ്പോഴത്തേന് ഈ വലിയ കട മൊത്തം അടവോളെ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ രാജസ്ഥാൻ ജ്വല്ലറി. മറ്റേ രാജസ്ഥാൻ മാർബിൾസിലെ സുമോ ഗുസ്തിയുടെ അവരുടെ വീടാണ് ഈ കാണുന്നത്. വീട് മീൻസ് ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ രാജ്യം. നമ്മൾ നേരെ പോകുന്നത് ഷാർക്കയുടെ ഗേറ്റ് ആണ് കാണുന്നത്. നമ്മുടെ മറ്റേ പാലം പണി തുടങ്ങിയതിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടിയ ഫീലാണ്. അതായത് എത്ര നേരം കാത്തു നിന്നിട്ടാണെന്നാണ് ഇവർ തുറക്കണത്. സോ ഇതാണ് നമ്മുടെ ബർബറി. ഇവിടുത്തെ ഒരു കടയാണ്. അങ്ങനെ നമ്മള് ബർബറി കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞപ്പോ ഗേറ്റ് പ്രാവശ്യം കടക്കണ്ട, കാരണം അത് ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ഇവിടാണ് ഇന്നാളുടെ ഒരു മാമൻ ബസ് കയറി മരിച്ചത്. ഒരു വയ്യാത്ത മാമനെ KSRTC ബസ് കയറി മരിച്ചത് സ്പോട്ടാണ്. അങ്ങനെ നമ്മുടെ ശർക്കരയുടെ നമ്മുടെ ചിറയൻകീഴിന്റെ ഹൃദയഭാഗം നമ്മുടെ ഇന്നിവിടെ നല്ല തിരക്കായിരിക്കും. ഞായറാഴ്ച അവധിയില്ലല്ലോ. ഇവിടുന്ന് തിരക്കാണ്. നല്ല വെയിലായതുകൊണ്ട് രാവിലെ തന്നെ ആൾക്കാർ 9 മണിക്ക് കാത്തു നിന്ന് തുറന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള തിരക്കിലാണ്. ഇതാണ് നമ്മുടെ ചിറയൻകീഴില് ഇത് അടുത്തൊരു തട്ടുകട ഇട്ട് സൂപ്പറായിട്ട് വിടും. പക്ഷെ ഇവിടെ കുറെ തട്ടുകടകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിന് മുതിരുന്നില്ല. ഇതാണ് നമ്മുടെ ബൈപ്പാസ്. പണ്ട് ഇത് കാട് പിടിച്ചു കിടന്ന ഏരിയ ആണ്. ഇപ്പൊ ഈ ബൈപ്പാസ് ഉള്ളതോടെ ഇതിന് 2 സൈഡിലുള്ള വസ്തുവിന് ഭയങ്കര വിലയാണ്. അന്ന് നിങ്ങൾക്ക് ഭയങ്കര വല്ല വാങ്ങിച്ചിട്ടുള്ളായിരുന്നോ? നമ്മുടെ മഞ്ചാടിമൂട് ജംഗ്ഷൻ. ഇത് മഞ്ചാടിമൂട് ശിവക്ഷേത്രം. ഈ ജംഗ്ഷന് മഞ്ചാടിമൂട് പേര് വരാൻ കാരണം പണ്ട് ഇതിൽ ഇവിടെ മാൻ ചാടി നടക്കുമായിരുന്നു. സോ മാൻ ചാടി നടക്കുന്ന ജംഗ്ഷൻ ആയതുകൊണ്ട്, മാൻ ചാടി നടക്കുന്ന മൂടായതുകൊണ്ട് ഇതിനെ മാൻചാടിമൂട് ക്രമേണ മഞ്ചാടിമൂടായി മാറി എന്നാണ് ഞാൻ അറിയുന്നത്. ഇനി വേറെ എന്തെങ്കിലും കഥ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് കോളിച്ചിറ പോകുന്നത്. കോളിച്ചിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഒക്കെ ജനിച്ച് വളർന്ന, നീയൊക്കെ അവിടെ ജനിച്ചേ? ഇവരുടെ അമ്മയുടെ കുടുംബ വീടാണ് കോളിച്ചിറയിലുള്ളത്. അവിടാണ് നമ്മൾ പോണത്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കോളിച്ചിറ ഉള്ളവരെയും കോളിച്ചിറ വീട് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബ വീടാണ്. സോ നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ്. ബിക്കോസ് നമുക്ക് അവിടെ ചക്ക കാത്തിരിപ്പുണ്ട്. നമ്മൾ കോളിച്ചിറ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോളിച്ചിറ ജംഗ്ഷൻ. നമ്മൾ അങ്ങനെ കോളിച്ചിറയിൽ തേരി കയറി അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട്
നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അടി നിന്റെ ലേസ് ചേച്ചി. അത് നമ്മളെ ദുബൈക്ക് ലേസ് കൊടുക്കണവന്റെ ചേച്ചിയാണത്. അങ്ങനെ നമ്മള് കോളിച്ചിറ എത്തിയിട്ടുണ്ട്. എവിടെ പോണ്? അങ്ങോട്ട് ഇങ്ങോട്ട് പോണ? അറിയോ അങ്ങനെ നമ്മള് ഈ ഇടവഴി ചെന്ന് നിൽക്കുന്നത് എവിടാണെന്ന് അറിയാമോ? നമ്മുടെ കോളിച്ചിറ. നമ്മൾ എവിടെ പോവാൻ എന്തുവാ? ചക്കാന്ന് പറഞ്ഞ ചക്കാന്ന് പറഞ്ഞേ. ചക്ക നിമതോട്ടം അല്ലേ? ഈ ഇടവഴി ഇതാ, നമ്മളെ ഇടവഴി അവസാനിക്കുകയാണ്. അത് ചെന്ന് നിൽക്കുന്നത് ആ സ്റ്റാർ ഇട്ട വീട്ടിലാണ്. അവിടെ ശിവാനി ഓടുന്നു. മറ്റുള്ള അച്ഛമ്മ പല്ലിയെ കുല ഒരു വയറലായ ആളാണ് നമ്മുടെ വീഡിയോയിൽ. വയറിൽ താരമാണിത്. ഇവിടെ നുണ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. രാമായണം മഹാഭാരതം. രാവിലെ ഇവിടെ ശ്ലോകങ്ങൾ. കുഞ്ഞും പഠിക്കൂ. ശ്ലോകം 61 കൊണ്ടുവന്ന് വെച്ചാ കാക്ക. ഗൈസ്, ഇവിടെ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പവും തേങ്ങാറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഒരാൾ എണീറ്റ് വരുന്നതേ ഉള്ളു. സമയം 10:30 ആയതോ. എണീറ്റ് പോണു. നോ 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 നോ. എനിക്ക് വരും. ഇവിടെ കലത്തിൽ, വിന്റേജ് കലത്തിൽ അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. വിന്റേജ് കലത്തിൽ ഊതി ഊതി വേവിക്കുന്ന അരിയാണ്. താഴെ പോത്ത് വേവുകയാണ്. സോറി, പശു. വീട് എടുക്കുന്ന കാരണം ഹോളിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന മാമി വീടിന് ചുറ്റും കൊണ്ട് നടന്ന് കഴിക്കുന്നു. എന്ത് കഴിക്കുന്ന? അപ്പം. അത് കൊടുക്കാൻ അവിടെ ഇരിയായില്ലേ? ഇരുന്നൂടെ? അവൻ ചൂണ്ടുവാണ് വേണ്ടത്. ഇനി എന്താ വേണം ദുവയ്ക്ക്? വേലത്തരം കാണിക്കല്ലേ? എന്തൊരു വേലത്തരം? ഇറങ്ങി പോണില്ലേ? ടിവി കാണരുത്. ഉയരെ കയറിയ തോട്ടയുണ്ട് അടക്കാം. തോട്ടം വെച്ചിട്ടുണ്ട്. അടത്ത് വയ്ക്കണതിന് വലിച്ചെടുത്തിട്ട് രാമ രാമ ചക്ക അടത്തൂലേ. ഓക്കെ. യെസ്. പ്രജയെ ഇതാണ്. ചൂന്ന് നോക്കട്ടെ. കറിപ്പരുവായതേ ഉള്ളൂ. Do a smile please. ഇതാണ് മക്കളെ. നമ്മൾ ചക്ക കട്ടിയുന്ന തുണി വേണ കല്ല്. പക്ഷെ ഇതായില്ലെന്ന് തോന്നുന്നു കേട്ടാ. പക്ഷെ കണ്ടാർക്ക് കളഞ്ഞത്. പക്ഷെ വെള്ളം വിളിക്കും തന്നെ ഉറപ്പായും. മാമനുള്ള തെളിവുണ്ട്. ഇനിയിപ്പൊ അങ്ങനൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മുള്ളൊക്കെ പറഞ്ഞല്ലേ കളെ. വിളഞ്ഞല്ലേ? വിളഞ്ഞാ? നിങ്ങളെ വിളഞ്ഞ ചക്ക ഒന്ന് കാണിച്ചാണ്. ഇതാണ് ഇവരുടെ വിളഞ്ഞ ചക്ക. നിങ്ങൾക്ക് ഇത് വിളഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ?
നമ്മള് പോയിനൊക്കെ ഓ ഈ സിമ്മി വെക്കാൻ പറ്റും. അതാര് വന്നത്? ഇത് വേഗം പക്ഷെ കൊച്ചുങ്ങൾ കൊണ്ടുപോകാൻ വെച്ചേക്കുന്നു. പിന്നല്ല ഫ്രിഡ്ജൊക്കെ അവനൊക്കെ എന്നെ വിളഞ്ഞില്ല. എന്നെ കൊണ്ടുപോണ്ട.